ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ അനിവാര്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്താണ് ഈമാൻ എന്നുള്ളത്. കേവലം ഞാൻ വിശ്വാസിയാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആരും വിശ്വാസിയാവുകയില്ല. എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, ഞാൻ പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണ്, ഞാനൊരു മുഅ്മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ ഈമാൻ ശരിയാവുകയില്ല. ഖാലത്തിൽ അറാബു ആമന്ന കുല്ലൻ തുഅ്മിനു. അറാബികൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഖുൽ നബിയെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, മറിച്ച് നിങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു എന്ന് പറയുക. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടില്ല. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 14-ാമത്തെ ആയത്താണ്. ഞാൻ വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നതിന് ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നുണ്ട്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ പ്രഖ്യാപിക്കും ഞങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. സൗണ്ട് കുറച്ച് കൂട്ടും. വമാഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ല, അവർ മുഅ്മിനീങ്ങളല്ല. കേവലം നാവ് കൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. പക്ഷേ വാസ്തവത്തിൽ അവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്ന് സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. എന്താണ് ഈമാൻ? അത് ഒന്ന് ഇഅ്തിഖാദും ബിൽ ഖൽബ്, മനസ്സിലുള്ള വിശ്വാസമാണ്. ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ്. വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. മനസ്സിൽ ദൃഢവിശ്വാസമുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ ആ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ സാധിക്കണം. ആ വിശ്വാസത്തിനനുസൃതമായ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാനും കഴിയണം. അപ്പോഴാണ് ഈമാൻ പൂർത്തിയായിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളും അറിയിക്കുന്ന ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഈമാൻ 70-ൽ പരം അല്ലെങ്കിൽ 60-ൽ പരം ശാഖകളാകുന്നു. ഫഅഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാകുന്നു. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, അതിലേറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാകുന്നു. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഒരു ശാഖയാകുന്നു. സ്വഹീഹ് മുസ്ലിമിലെ 35-ാമത്തെ ഹദീസാണ്. ഇതിൽ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളത് നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ലജ്ജ എന്ന് പറയുന്നത് മനസ്സുകൊണ്ടുള്ള കാര്യമാണ്. അഥവാ ഈമാനിൽ മനസ്സിലുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും മറ്റു കർമ്മങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നുവെന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഈമാനിൻ്റെ റുക്നുകൾ, അർക്കാനുൽ ഈമാൻ നമുക്കെല്ലാം അറിയാം. നമ്മൾ ചെറുപ്പത്തിൽ ഈമാൻ കാര്യം 6 എന്ന് പറഞ്ഞ് പഠിച്ചത്. അത് ഓരോന്നും തെളിവ് സഹിതം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹുവിൻ്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകളിലും അവൻ്റെ ദൂതന്മാരിലും
അന്ത്യനാളിലും ഖൈറും ഷർറും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നു എന്നതിലും ഒക്കെ വിശ്വസിക്കലാണ് ഈമാൻ എന്നുള്ളത്. സ്വഹീഹ് മുസ്ലിമിലെ 35-ാമത്തെ ഹദീസായി, സ്വഹീഹ് മുസ്ലിമിലെ 8-ാമത്തെ ഹദീസായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങളുടെ മുഖം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കലല്ല പുണ്യം. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മറിച്ച് പുണ്യമെന്ന് പറയുന്നത് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കലാണ്. വൽ മലായികതി, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മലക്കുകളിലും, വൽ കിതാബി, വേദഗ്രന്ഥത്തിലും, വൻ നബിയീൻ, നബിമാരിലും വിശ്വസിക്കലാകുന്നു എന്നാണ് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. തീർച്ചയായും നാം എല്ലാ കാര്യങ്ങളും കൃത്യമായ കണക്ക് പ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു. ലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല മുമ്പേ വിധിച്ചതാണ് എന്ന ഖദറിലുള്ള വിശ്വാസവും. ഈ 6 കാര്യങ്ങൾ പ്രിയമുള്ളവരെ വിശ്വസിക്കാതെ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഈ ഈമാൻ ഇല്ലാത്തവന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരാണോ, ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകളുണ്ട്. സമാനമായ വേറെയും ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ലുഖ്മാനിന്റെ 8-ാമത്തെ ആയത്താണ്. ഈമാനും പിന്നീട് സൽക്കർമ്മങ്ങളും. ഈമാനിന്റെ കൂടെ കർമ്മങ്ങൾ ഉണ്ടാവണം. ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കുവാൻ നമുക്ക് സാധ്യമല്ലെന്നർത്ഥം. അതിലൊന്ന് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം. എന്താണ് അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? ഒന്ന് അൽ ഈമാനു ബിവുജൂദില്ലാഹി സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസമാണ്. ലോകത്ത് യാതൊന്നും താനെയുണ്ടാവുകയില്ല. എല്ലാത്തിനു പിന്നിലും സൃഷ്ടാക്കളുണ്ടെങ്കിൽ ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് അല്ലാഹുവാണ് എന്ന വിശ്വാസം. യാതൊന്നും താനെയുണ്ടാവുകയില്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, യാതൊന്നുമില്ലാത്തതിൽ നിന്നാണോ അവർ പടക്കപ്പെട്ടത്? അതല്ല, അവർ തന്നെയാണ് അവരുടെ സൃഷ്ടാക്കൾ. നമുക്കറിയാം, ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവുകയില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഒരിക്കലും വെറുതെ ഉണ്ടാവുകയില്ല. അതിൻ്റെ സൃഷ്ടികർത്താവ് അല്ലാഹു തആലയാണ്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവനുണ്ട് എന്നുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. അതാണ് നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുമായി വിശ്വാസികൾ വേട്ടു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരാൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനേക്കാൾ വലിയ അപകടമാണ് അല്ലാഹു തന്നെ ഇല്ല എന്ന് വാദിക്കുന്നത്. ശിർക്ക് എന്ന് പറയുന്നത് മഹാ അക്രമമാണെന്നും അല്ലാഹു തൗബയില്ലാതെ പുറത്തു കൊടുക്കാത്ത പാപമാണെന്നും നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ വലിയ അപകടമാണ് അല്ലാഹു തന്നെ ഇല്ല എന്നുള്ള വിശ്വാസം. അൽ ഈമാനു ബിവുജൂദില്ല എന്നുള്ളതാണ് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ അൽ ഈമാനു ബിർറുബൂബിയ്യ, അല്ലാഹുവാണ് റബ്ബ് എന്നുള്ള വിശ്വാസം. എല്ലാത്തിൻ്റെയും ഖാലിഖ്, മാലിക്, മുദബ്ബിർ, റാസിഖ് എല്ലാം അല്ലാഹുവാണ്. സൃഷ്ടിക്കുന്നവൻ, ഉടമസ്ഥൻ, എല്ലാം ഉടമപ്പെടുത്തിയവൻ, എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഖൽഖ്, മുൽക്ക്, തദ്ബീർ, സൃഷ്ടിപ്പ്, ആധിപത്യം, എല്ലാം നിയന്ത്രിക്കൽ, ഇതെല്ലാം അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസമാണ്. അതുകൊണ്ട് മാത്രം ഒരാളുടെയും ഈമാൻ ശരിയാവുകയില്ല. അത് മക്കയിലെ മുശ്രിക്കുകൾ വരെ അല്ലാഹു തആല റബ്ബാണ് എന്ന് അംഗീകരിച്ചിരുന്നു. അപ്പം അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതെന്താ? അൽ ഈമാനു ബി തൗഹീദിൽ ഉലൂഹിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനകൾക്കെല്ലാം അവകാശമുള്ളവൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. പ്രാർത്ഥനകളും അതിന്റെ പരിധിയിൽ വരുന്നതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ലോകത്ത് കടന്നു വന്ന നബിമാർ ഏറ്റവും പ്രധാനമായി സമൂഹത്തിനോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശമാണ്. അതുപോലെ തന്നെ അൽ ഈമാനു ബിൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ നാമങ്ങളിലും ഗുണങ്ങളിലുമുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. അല്ലാഹ് എന്ന പേര്, അർ റഹ്മാൻ എന്ന പേര്, അർ റഹീം എന്ന പേര്, അർ റബ്ബ് എന്ന പേര്, അൽ ഖാലിഖ്, അൽ മാലിക്, റാസിഖ് തുടങ്ങി ഒട്ടനവധി പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അല്ലാഹ് അസ്സമീ ആണ്, എല്ലാം കേൾക്കുന്നവനാണ്. അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. തുടങ്ങി അല്ലാഹുവിന്റെ നാമങ്ങൾ അതിൽ നമ്മൾ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ ദാത്തിയായ സിഫത്തുകളെ സംബന്ധിച്ച്, അല്ലാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലുള്ള കൈകൾ അവനുണ്ട്. അല്ലാഹു തആലക്ക് കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലുള്ള കണ്ണുകൾ അവനുണ്ട്. തുടങ്ങിയുള്ള പേരുകൾ വ്യാഖ്യാനിക്കാതെ, വിശേഷണങ്ങൾ വ്യാഖ്യാനിക്കാതെ എങ്ങനെയാണോ മുൻഗാമികൾ മനസ്സിലാക്കിയത് അങ്ങനെ വിശ്വസിക്കുക. അല്ലാഹു തആല എല്ലാ രാത്രിയിലും ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ നിഷേധിക്കാതെ വിശ്വസിക്കുക. അങ്ങനെ അല്ലാഹുവിലുള്ള വിശ്വാസം കൃത്യമാക്കുക. അതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് അൽ ഈമാനു ബിൽ മലായിക. ഈമാനിന്റെ രണ്ടാമത്തെ ഭാഗം അൽ ഈമാനു ബിൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം. ആരാണ് മലക്കുകൾ? മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരുന്നു മക്കയിൽ. മലക്കുകൾ അല്ലാഹുവിന്റെ സന്താനങ്ങളല്ല, അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാഹുവിന്റെ മാന്യന്മാരായ ദാസന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ചിറകുകളുണ്ട്, 2, 3, 4 ഒക്കെ ചിറകുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന ധിക്കരിക്കാത്ത സൃഷ്ടികളാണ് അവർ. മനുഷ്യന്മാരിൽ നല്ലവരുമുണ്ടാകും, ചീത്തവരുമുണ്ടാകും. ജിന്നുകളിൽ നല്ലവരുമുണ്ടാകും, ചീത്തവരുമുണ്ടാകും. മലക്കുകളിൽ ഒറ്റ ചീത്ത മലക്ക് പോലും ഉണ്ടായിരിക്കുകയില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹുവിനെ അവർ ധിക്കരിക്കുകയില്ല. അവരോട് എന്ത് കൽപ്പിച്ചാലും അവർ ധിക്കരിക്കുകയില്ല. എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതവർ പ്രവർത്തിക്കുകയും ചെയ്യും. സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്താണ്. ബൽ ഇബാദുൻ മുക്രമുൻ, പക്ഷേ അവർ മാന്യന്മാരായ ദാസന്മാരാകുന്നു, അല്ലാഹുവിന്റെ അടിമകളാണവർ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, അല്ലാഹുവിന്റെ വാക്കുകൾക്ക് അവർ മുൻകടന്ന് പ്രവർത്തിക്കുകയില്ല. വഹും ബി അംരിഹി യഅമലൂൻ, അല്ലാഹുവിന്റെ കൽപ്പനകളായിരിക്കും അവർ പ്രവർത്തിക്കുക. സൂറത്തുൽ അംബിയാഇന്റെ 26, 27 ആയത്തുകളാണ്. അല്ലാഹു പല ഡ്യൂട്ടികൾ അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ റൂഹ് ഏറ്റെടുക്കുവാൻ വേണ്ടി മലക്കുൽ മൗത്ത് കടന്നു വരും. മലക്കുൽ മൗത്തിന്റെ കൂടെ വേറെയും മലക്കുകൾ ഉണ്ടായിരിക്കും. നല്ല മനുഷ്യന്മാരുടെ അടുക്കലേക്ക് നല്ല രൂപത്തിലായിരിക്കും അവർ കടന്നു വരിക. ചീത്ത മനുഷ്യന്മാരെ ഭീതിപ്പെടുത്തുന്നവരായിരിക്കും അവർ. ഖബറിൽ ചോദ്യം ചോദിക്കുവാൻ മലക്കുകളുണ്ട്. കാറ്റ്, ഇടി, മഴ, വിത്തുകൾ മുളപ്പിക്കൽ തുടങ്ങിയ വിഷയത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. പ്രവാചകന്മാർക്ക് വഹയുമായി വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെയുള്ള മലക്കുകളുണ്ട്. ആകാശത്തിന്റെ ഓരോ കോണിലും ഓരോ മലക്കുകളുണ്ട്. വിശ്വാസികൾക്ക് സംരക്ഷണമേകുവാൻ വേണ്ടി മലക്കുകളുണ്ട്. ബദറിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സഹായിക്കുവാൻ വേണ്ടി മലക്കുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ മലക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ. കാഹളത്തിൽ ഊതാൻ മലക്കുകളുണ്ട്. നരകം വലിച്ചു കൊണ്ടുവരാൻ മലക്കുകളുണ്ട്. സ്വർഗത്തിന്റെ കാവൽക്കാർ, സ്വർഗത്തിലേക്ക് ആളുകളെ വിളിക്കുവാനൊക്കെ മലക്കുകളുണ്ട്. നരകത്തിന്റെ കാവൽക്കാരായി മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ അർശിന്റെ വാഹകരായ മലക്കുകളുണ്ട്. ഇങ്ങനെ മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കണം. കിറാമൻ കാത്തിബീൻ, മാന്യരായ എഴുത്തുകാരാണവർ. നമ്മുടെ കർമ്മങ്ങൾ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈമാനും ബിൽ മലായിക, അതാണ് ഈമാനിന്റെ 2-ാമത്തെ ഭാഗമെന്ന് പറയുന്നത്. 3 അൽ ഈമാനു ബിൽ കുതുബ്,
അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു തആല തൗറാത്ത് എന്ന ഗ്രന്ഥം നൽകി. ദാവൂദ് അലൈഹിസ്സലാമിന് അല്ലാഹു തആല സബൂർ എന്ന വേദം നൽകി. ഈസ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻജീൽ എന്ന വേദം നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം നൽകി. അതല്ലാത്ത ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഏടുകളുണ്ട്. സുഹഫ് ഇബ്രാഹിം വ മൂസ എന്ന് നമ്മൾ പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും മൂസ അലൈഹിസ്സലാമിന്റെയും ഏടുകളുണ്ട്. അത് തൗറാത്താണെന്നും അല്ല എന്നുമുള്ള അഭിപ്രായമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് മാത്രമല്ല, ഇസ്മായിൽ അലൈഹിസ്സലാമിന്, ഇസ്ഹാഖ് നബിക്ക്, യാക്കൂബ് നബിക്ക്, അവിടുത്തെ സന്തതികൾക്ക് ഒക്കെയും ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 4 കിതാബിന്റെ പേര് പ്രത്യേകമായി പറഞ്ഞു. അതല്ലാത്ത വേറെയും ഗ്രന്ഥങ്ങളുണ്ട്. അവ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയതാണ്. നമ്മൾ വിശ്വസിക്കണം. അല്ലാഹു തആല പറയുന്നു, ഖുൽ ആമന്നാ ബില്ലാഹ്, നിങ്ങൾ പ്രഖ്യാപിക്കുക ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വമാ ഉൻസില അലൈനാ, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ നീ പ്രഖ്യാപിക്കുക. വമാ ഉൻസില അലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാക്കൂബ വൽ അസ്ബാത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്തതികൾക്കും അലൈഹിമുസ്സലാം അജ്മഈൻ നൽകപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. വമാ ഊതിയ മൂസ വ ഈസ, മൂസ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതിലും ഈസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. വന്നബിയ്യൂന മിർ റബ്ബിഹിം, മറ്റ് നബിമാർക്കും അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ആ പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ യാതൊരു വേർതിരിവും കാണിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുക. സൂറത്തു ആല ഇമ്രാനിന്റെ 84-ാമത്തെ ആയത്താണ്. സമാനമായി സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ പ്രത്യേകത, നമ്മളെല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു. തൗറാത്ത് അള്ളാഹ് ഇറക്കിയതാണ്, ഇൻജീൽ അല്ലാഹു തആല ഇറക്കിയതാണ്, സബൂർ അല്ലാഹു തആല ഇറക്കിയതാണ്, മറ്റു ഗ്രന്ഥങ്ങൾ അല്ലാഹു തആല ഇറക്കിയതാണ്. എന്നാൽ ആ ഗ്രന്ഥങ്ങളിൽ പുരോഹിതന്മാർ പലതും കടത്തിക്കൂട്ടി, അതിൽ നിന്ന് പലതും വെട്ടിച്ചുരുക്കി. എന്നാൽ വിശുദ്ധ ഖുർആനാകട്ടെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ കടന്നു വരാനുള്ള എല്ലാ മനുഷ്യരിലേക്കുമുള്ള ഗ്രന്ഥമാണ്. ഹുദൽ ലിന്നാസ്, അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല തന്നെ അതിനെ സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാമാണ് ഈ ഉത്ബോധനം ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. സൂറത്തുൽ ഹിജ്റിന്റെ 9-ാമത്തെ ആയത്താണ്. മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം അപ്രസക്തമായി വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ഇനി മുതൽ പാലിക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളാണ് എന്ന് അല്ലാഹു തആല അറിയിച്ചു. മറ്റു ഗ്രന്ഥങ്ങളെല്ലാം ഏതാനും ചില സമൂഹങ്ങളിലേക്കും ചില കാലഘട്ടങ്ങളിലേക്കും മാത്രമായിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ എല്ലാവരിലേക്കും അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് ഇറക്കുമ്പോൾ ആ നാട്ടിലുള്ള അറബികളിലേക്ക് മാത്രമല്ല, ആ കാലത്ത് ജീവിച്ച ആളുകളിലേക്ക് മാത്രമല്ല, സ്വഹാബിമാരിലേക്ക് മാത്രമല്ല, ആ കാലത്ത് ഇനിയും വന്നു ചേരാത്ത വആഖിരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, അവരോടൊപ്പം ഇനിയും വരാത്ത ആളുകളിലേക്ക് കൂടിയുള്ള റസൂലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് ഇറക്കിയ കിതാബ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ്. ലിയകൂന ലിൽ ആലമീന നദീറ, ലോകത്തിന് മുഴുവനുമാണ് വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആമൻതു ബികിതാബികല്ലദീ അൻസൽത, അല്ലാഹുവേ നീ ഇറക്കിയ കിതാബിൽ ഞാൻ വിശ്വസിക്കുന്നു. വബിനബിയികല്ലദീ അർസൽത, നീ നിയോഗിച്ച നബിയിലും ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നബിമാരിലും വിശ്വസിക്കണം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ അല്ലാഹുവിന്റെ റസൂലും മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അവരെല്ലാവരും അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അവർക്കിടയിൽ ഞങ്ങൾ യാതൊരു രൂപത്തിലുമുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും അല്ലെങ്കിൽ വേർതിരിവും കാണിക്കുന്നില്ല എന്ന്
സൂറത്തുൽ ബഖറയിലെ 285 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ നബിമാരെയും നമ്മൾ അംഗീകരിക്കുന്നു നമ്മുടെ പ്രത്യേകത. ലോകത്തുള്ള പല ക്രൈസ്തവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശമായി സംസാരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാർട്ടൂൺ വരക്കാറുണ്ട്. അവിടുത്തെ മ്ലേച്ഛനാക്കി ചിത്രീകരിക്കുന്ന സിനിമകൾ ഇറക്കാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസി ഒരിക്കലും ഈസാ നബിയെയോ മൂസ അലൈഹിസ്സലാമിനെയോ മറ്റു പ്രവാചകന്മാരെയോ യാതൊരു രൂപത്തിലും അനാദരിക്കുകയില്ല എന്നത് അവന്റെ പ്രത്യേകത. അങ്ങനെ അനാദരിച്ചാൽ അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, അവർക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഈസാ അലൈഹിസ്സലാം ജാരസന്തതിയാണ് എന്നാണ് യഹൂദികൾ വാദിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരൊറ്റ നബിയെയും തള്ളിപ്പറയില്ല. ആ നബിമാര് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അതാണ് പ്രത്യേകത. എല്ലാ നബിമാരും ഒരേ പിതാവിന്റെ വ്യത്യസ്ത മക്കളെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പ്രഖ്യാപിക്കുകയും വഅന്ന ഈസ അബ്ദുല്ലാഹ്, ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദാസനാണെന്നും വബ്നു അമതിഹി, അല്ലാഹുവിന്റെ ദാസിയുടെ മകനാണെന്നും വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വതആല മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അല്ലാഹുവിൽ നിന്നുള്ള, അല്ലാഹുവിന്റെ ആത്മാവല്ല, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ആത്മാവാണെന്ന് വിശ്വസിച്ചാൽ വഅന്നൽ ജന്നത ഹഖ്കുൻ, സ്വർഗം സത്യമാണെന്നും വഅന്നൻ നാറ ഹഖ്കുൻ, നരകവും സത്യമാണെന്നും ഒക്കെ പ്രഖ്യാപിച്ചാൽ അദ്ഖലഹുല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി സമാനിയതി ശാഅ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ വേണ്ടി അള്ളാഹു അയാൾ അനുവദിക്കും. അതിന്റെ ഏത് കവാടത്തിലൂടെയും അള്ളാഹു അയാളെ പ്രവേശിപ്പിക്കുമെന്നർത്ഥം. സ്വഹീഹ് മുസ്ലിമിലെ 28ാമത്തെ ഹദീസാണ്. കണ്ടോ, എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കുന്നു. എന്തിനാ അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചത്? ജനങ്ങൾക്ക് നേർമാർഗം കാണിക്കുവാൻ വേണ്ടി, വഴിപിഴവിലായ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ, സന്മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നാളെ പരലോകത്ത് നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അല്ലാഹുവേ, നീ ഞങ്ങൾക്കൊരു താക്കീതുകാരനെ അയക്കുമായിരുന്നെങ്കിൽ, ഞങ്ങളിലേക്ക് ദൂതന്മാരെ അയക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ നന്നാകുമായിരുന്നല്ലോ എന്ന് അന്ന് പറയാതിരിക്കാൻ, ജനങ്ങൾക്കെതിരെ, തിന്മ ചെയ്യുന്നവർക്കെതിരെ തെളിവ് സ്ഥാപിക്കാനാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. റുസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജതൻ ബഅദർ റുസുൽ, സ്വർഗത്തെപ്പറ്റി സുവിശേഷം അറിയിക്കുകയും നരകത്തെപ്പറ്റി താക്കീത് നൽകുകയും ചെയ്യുന്ന പ്രവാചകന്മാർ. എന്തിനാണവർ? ജനങ്ങൾ അള്ളാഹുവിനെതിരെ ഒരു സാക്ഷിയെയും കൊണ്ടുവരാതിരിക്കാൻ, ഒരു തെളിവും സ്ഥാപിക്കാതിരിക്കാൻ. ഞങ്ങൾ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാത്തവരായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്ന് ന്യായീകരണം പറയാതിരിക്കാൻ. വന്നില്ലേ പ്രവാചകർ, പറഞ്ഞു തന്നില്ലേ ഈ ആദർശം, സ്വർഗത്തെപ്പറ്റി അറിയിച്ചില്ലേ, നരകത്തെപ്പറ്റി കേൾപ്പിച്ചില്ലേ എന്ന് ചോദിക്കാൻ. അപ്പോൾ അതേ വന്നിരുന്നു, പ്രവാചകന്മാർ വന്നിരുന്നു, ഞങ്ങൾ കളവാക്കിയതാണ് എന്നപ്പോൾ അവർ പറയുമെന്നാണ്. വിശ്വാസികൾക്ക് പ്രവാചകന്മാരുടെ നിയോഗം അനുഗ്രഹമാണെങ്കിൽ അവരെ നിഷേധിക്കുന്ന ആളുകൾക്കെതിരെ പരലോകത്തൊരു തെളിവായിരിക്കുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഈമാൻ ഉറപ്പിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിൻ്റെ 4 തൂണുകൾ, 4 റുക്നുകളാണ് നമ്മൾ പറഞ്ഞത്. 5ാമത്തത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അവസാന നാളിൽ വിശ്വസിക്കുക, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലുള്ള വിശ്വാസം. വഅന്ന സ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, അന്ത്യനാൾ കടന്നു വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. സൂറത്തുൽ ഹജ്ജിന്റെ 7ാമത്തെ ആയത്താണ്. മഴ പെയ്യുമ്പോൾ
വറ്റിവരണ്ട ഭൂമി സജീവമായി ചെടികൾ മുളക്കുന്നുവെങ്കിൽ, അതുപോലെ പ്രത്യേകമായൊരു മഴ പെയ്യുമ്പോൾ മനുഷ്യർ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മാതൃകയുമില്ലാതെ തികച്ചുമില്ലായ്മയിൽ നിന്ന് ആകാശഭൂമികളെയും അതിലുള്ളവരെയും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ആ സൃഷ്ടിപ്പ് വീണ്ടും ആവർത്തിക്കുവാൻ പ്രയാസമുള്ളവനല്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. മരിച്ച മയ്യത്ത് കത്തിച്ച് ചാമ്പലാക്കി എവിടെ കൊണ്ടുപോയി ഒഴുക്കിയാലും അല്ലാഹു തആല കൊണ്ടുവരും. നിങ്ങളെല്ലാവരും എവിടെയാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരും. വല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ശറൂൻ, അവരാണ് നിങ്ങളെ ഭൂമിയിൽ വ്യാപിപ്പിച്ചവൻ. അല്ലേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് മനുഷ്യന്മാരുള്ളത്. വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ വർണ്ണത്തിലുള്ളവർ, വിവിധ വർഗത്തിൽപ്പെട്ടവർ, പല കാലഘട്ടങ്ങളിൽ ജീവിച്ചവർ. ആദം അലൈഹിസ്സലാം മുതൽ അവസാനമായി ഈ ലോകത്ത് ജീവിക്കുന്ന ആൾ വരെയുള്ള മനുഷ്യർ വിവിധ കാലഘട്ടങ്ങളിലാണ്, വ്യത്യസ്ത നാടുകളിലാണ്, വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്, പല സ്വഭാവമുള്ളവരാണ്. പക്ഷേ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യരെ ഭൂമിക്കടിയിൽ ഖബറിലായിട്ടും മുകളിൽ നടന്നു പോകുന്നവരായിട്ടും ഒക്കെ ജീവിക്കുന്നവർ എവിടെയാണെങ്കിലും വഇലൈഹി തുഹ്ശറൂൻ, നിങ്ങളെല്ലാം അല്ലാഹുവിങ്കലേക്ക്, ആ മഹ്ശറ മഹാസമ്മേളനത്തിലേക്ക് കടന്നു വരും എന്നുള്ള വിഷയം. അല്ലെ, ഈ ദുനിയാവ് സമ്പൂർണമായ നീതിയുള്ളതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അം നജഅലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കൽ മുഫ്സിദീന ഫിൽ അർള്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരെ പോലെ നാം അവരെ ആക്കുമോ? അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, സൂക്ഷ്മത പാലിക്കുന്നവരെയും തമ്മാടികളെയും നാം ഒരുപോലെയാക്കുമോ? നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഒരുപോലെ മരണപ്പെട്ട് മണ്ണിന്റെ ഭാഗമായി പിന്നീട് ജീവിതമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ദുനിയാവ് സമ്പൂർണമായ നീതിയുള്ളതല്ല. ഇവിടെ 100 പേരെ കൊന്ന വ്യക്തിയെയും ഒരാളെ കൊന്ന ആളെയും പരമാവധി നൽകാവുന്ന ശിക്ഷ ഒരൊറ്റ വധശിക്ഷ മാത്രമാണെങ്കിൽ, രോഗിയായി ജനിക്കുകയും രോഗിയായി ജീവിക്കുകയും ആ മാരകമായ രോഗം സഹിച്ചുകൊണ്ട് അവസാന മരണം വരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനും സുഖലോലുപരെ ജീവിക്കുകയും ആഡംബരത്തിൽ വളരുകയും അങ്ങനെ തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും ഒരുപോലെയല്ല. നീതി അനിവാര്യമാണ്. അതാണ് പരലോകമെന്ന് പറയുന്നത്. ഒന്നാമത്തെ തവണ സൃഷ്ടിച്ച അല്ലാഹു തആല ആവർത്തിക്കും. ആ ഈമാനും ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം അനിവാര്യമാണ്. അതിന്റെ ഭാഗമാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കുക എന്നുള്ളത്, ഖബറിൽ ശിക്ഷയുണ്ട് എന്ന വിഷയം അതിന്റെ ഭാഗമാണ്. ആ വിശ്വാസം അതിന്റെ ഭാഗമാണ്. ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും സിറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും ഹിസാബുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുക എന്നുള്ളത്. സ്വർഗത്തിൽ വിശ്വാസികൾ പ്രവേശിപ്പിക്കപ്പെടും, നിഷേധികൾ നരകത്തിലായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വിശ്വസിക്കൽ നമുക്ക് അനിവാര്യമാണ്. അതാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ. ആറാമത്തത് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖൈറും ഷർറും ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുക. എല്ലാം അറിയുന്ന, ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. കതബല്ലാഹു മഖാദിറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബി50,000 സന. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല എല്ലാം രേഖപ്പെടുത്തി എന്ന വിശ്വാസം. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്താത്തൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. സൂറത്തു തൗബയിലെ 51-ാമത്തെ ആയത്ത്. ഒരു രോഗം വന്നാൽ ഇതൊക്കെ അല്ലാഹു രേഖപ്പെടുത്തിയതാണ്. കുടുംബത്തിലൊരാൾ മരണപ്പെട്ടാൽ ഇത് അല്ലാഹുവിന്റെ വിധിയാണ്. ഒരു പരീക്ഷണം കടന്നു വന്നാൽ ഇത് അല്ലാഹുവിന്റെ വിധിയാണ്, അതിൽ ഖൈറുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് സമാധാനിക്കേണ്ടവരാണ് വിശ്വാസി. അങ്ങനെ ഈമാനും ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുക. ഖൈറും ഷർറും ഒക്കെ അള്ളാഹിന്റെ തീരുമാനപ്രകാരമാണ്. എങ്ങനെ അത് രേഖപ്പെടുത്തുന്നത്?
അള്ളാഹുവിനെല്ലാം അറിയാം. അള്ളാഹുവിൻ്റെ വിശാലമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ രേഖപ്പെടുത്തുന്നു, അത് ലോകത്ത് സംഭവിക്കുന്നു. ഈ ഒരു വിശ്വാസമില്ലാത്ത ആൾക്ക് അവൻ്റെ അമല് സ്വീകരിക്കപ്പെടുകയില്ല. വലൗ അൻഫഖ്ത മിസ്ല ഉഹദിൻ ദഹബൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉഹദ് മലയുടെ അത്രയും നീ സ്വർണം ചെലവഴിച്ചാലും മാ ഖബിലഹുല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദറിൽ നീ വിശ്വസിക്കുന്നത് വരെ നിന്നിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അൽ ഈമാനു ബിൽ ഖദർ എന്നുള്ളത്. ഖദറിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹു വിശ്വാസമില്ലാത്തവർ, മലക്കുകളിൽ വിശ്വാസമില്ലാത്തവർ, കിതാബുകളിൽ വിശ്വാസമില്ലാത്തവർ, നബിമാരിൽ വിശ്വാസമില്ലാത്തവർ, പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ അവരെത്ര തന്നെ അമൽ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. ഗൗരവമായി മനസ്സിലാക്കണം. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിൻ, മുഅ്മിനല്ലാത്തൊരു വ്യക്തിയും സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ പല പല നന്മകൾ ചെയ്ത വ്യക്തിയാണ് നബിയെ, അയാൾക്കത് ഉപകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഉപകരിക്കുകയില്ല. കാരണം ഒരിക്കൽ പോലും അയാൾ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. പരലോക വിശ്വാസം അയാൾക്കില്ല, പരലോകത്തിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. ഏറ്റവും വലിയ രസകരമായ കാര്യം, പരലോകം തന്നെ ഇല്ല എന്ന് വാദിക്കുന്ന ആൾക്കാർ പറയാണ്, ഞങ്ങൾ ചെയ്ത നന്മക്ക് എന്തുകൊണ്ട് സ്വർഗം കിട്ടുന്നില്ല? മുസ്ലിങ്ങളായ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് മാത്രമാണ് പ്രതിഫലമെന്ന് പറയുമ്പോൾ ഞങ്ങൾ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് പ്രതിഫലമില്ല, സ്വർഗമില്ല? നമ്മൾ തിരിച്ചു ചോദിക്കുക, സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യുക്തിവാദികളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗാന്ധിജിയും മദർ തെരേസയൊക്കെ സ്വർഗത്തിലാണ് നിങ്ങൾ പറയോ? നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ആർക്കും ഒരു മാനദണ്ഡവുമില്ല. എന്നാൽ വിശ്വാസിയായ ഈമാനുള്ള ഒരു മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. ഇനി ഇവരുടെ വാദപ്രകാരം ചോദിക്കുക, നിങ്ങൾ പറഞ്ഞ ഈ ആളുകളൊക്കെ സ്വർഗത്തിലാണോ? അവർ സ്വർഗത്തിലല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ വിശ്വാസപ്രകാരം സ്വർഗമെന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ല എന്നുള്ളതാണ്. ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാനില്ലാത്ത ആളുകൾ എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. ഈമാനില്ലാത്തവർ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, ഹജ്ജ് നിർവഹിച്ചിട്ടും കാര്യമില്ല, സ്വതക്ക നൽകിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഈമാൻ കൃത്യമാക്കുക, നമ്മുടെ ഈമാൻ കൃത്യമാക്കുക, അതനുസരിച്ച് കർമ്മങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും അല്ലാഹുവിലോ അവന്റെ മലക്കുകളിലോ വമൻ യക്ഫുറു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദ, പരലോകത്തിലോ റസൂലുമാരിലോ ഏതിലെങ്കിലും ഈമാനിന്റെ റുക്കനുകളിൽ അതിനെ നിഷേധിച്ചു കളഞ്ഞാൽ അവൻ വിദൂരമായ വഴികേടിലാണ്, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് അവൻ പുറത്താണ് എന്ന ഗൗരവമായ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല യഥാർത്ഥ ഈമാനിന്റെ വക്താക്കളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.